കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കും തിരിച്ചുമുള്ള സീപ്ലെയിൻ സർവീസ് ഞായറാഴ്ച മുതൽ ആരംഭിക്കും. കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു ഉൾപ്പെടെയുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തേക്കും. തിങ്കളാഴ്ച മുതൽ സാധാരണഗതിയിൽ സർവീസ് ആരംഭിക്കുമെന്നാണ് സൂചന. പ്രവർത്തനം ആരംഭിച്ചാൽ രാജ്യത്ത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഏക സീപ്ലെയിൻ സർവീസാകും ഇത്. കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലെ അഗത്തി, കടമത്ത്, കൽപ്പേനി, കവരത്തി, കിൽത്താൻ എന്നീ ദ്വീപുകളെ ബന്ധിപ്പിച്ചാണ് സീപ്ലെയിൻ സർവീസ് നടത്തുക. 20 പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനത്തിന് 45 മുതൽ 50 മിനിറ്റാണ് യാത്രാ സമയമായി കണക്കാക്കുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് നടത്തിയ പരീക്ഷണ പറക്കലുകൾ വിജയകരമായതോടെയാണ് സർവീസ് ആരംഭിക്കുന്നത്. കനേഡിയൻ നിർമ്മിത വൈക്കിംഗ് DHC 6400 ട്വിൻ ഓട്ടർ വിമാനമാണ് കൊച്ചി ലക്ഷദ്വീപ് സർവീസിനായി ഉപയോഗിക്കുന്നത്. ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുകയും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. മാലിദ്വീപിന് സമാനമായ സൗകര്യങ്ങൾ ഒരുക്കി കൂടുതൽ സഞ്ചാരികളെ ലക്ഷദ്വീപിലേക്ക് എത്തിക്കാനാണ് ശ്രമം. പദ്ധതിയെ ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യുന്നുവെന്ന് ലക്ഷദ്വീപ് സ്വദേശി നാഹിദ് ഖാൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സീപ്ലെയിൻ്റെ സർവീസ് ഒന്നും അതിൽ കൂടുതലുമായിട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു ഗതാഗത മേഖലയിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിൽ മാത്രമല്ല, ലക്ഷദ്വീപിലെ സാധാരണക്കാരായിട്ടുള്ള അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളെയും കൂടി ഇതിൻ്റെ ഈ ഒരു സർവീസിന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ സ്വീകരിച്ചു. അതേസമയം സാധാരണ ലക്ഷദ്വീപ് നിവാസികൾക്ക് ഇത് ഉപയോഗപ്രദമാകണമെങ്കിൽ കുറഞ്ഞ നിരക്കുകൾ പ്രഖ്യാപിക്കേണ്ടി വരും. പുറത്തുവന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം നിലവിലെ ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് 12,000 രൂപയോളമാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ടിക്കറ്റ് നിരക്ക് 2,000 രൂപയ്ക്കും 4,000 രൂപയ്ക്കും ഇടയിലാവുമെന്നും സൂചനയുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.